ഹായ് ഹലോ വെൽക്കം ടു മാസ്റ്റർ കി അക്കാദമി. മാസ്റ്റർ കി അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. നമുക്കറിയാം നമ്മളുടെ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള PSC എക്സാമുകൾ അല്ലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ എക്സാം കഴിഞ്ഞു. ഇതേ ഉടനെ തന്നെ ജൂനിയർ അക്കൗണ്ടന്റിന്റെ അല്ലെ രണ്ട് പോസ്റ്റുകൾ വിളിച്ചിട്ടുണ്ട്. ഡിഫറെന്റ് ആയിട്ടുള്ള കമ്പനീസ്, ഒരുപാട് കമ്പനികൾ അല്ലെ, ഒരുപാട് ബോർഡുകൾ, കോർപ്പറേഷനുകളൊക്കെ ഉള്ള നിരവധി വേക്കൻസീസ് ഉള്ള ജൂനിയർ അക്കൗണ്ടന്റിന്റെ രണ്ട് പോസ്റ്റുകളാണ് ഇപ്പൊ വിളിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ കൃത്യമായി പഠിക്കുക. നമ്മുടെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ എക്സാമിന് ഉണ്ടായിരുന്ന സെയിം സിലബസ് തന്നെയാണ്, മാറ്റങ്ങളൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് ആ ഒരു സിലബസ് A to Z പഠിച്ചു പോകാനുള്ള ടൈം നമ്മളുടെ മുന്നിലുണ്ട്. കൃത്യമായി എന്ത് ചെയ്യണം, പഠിക്കണം, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കണം, ഫോക്കസ് ചെയ്ത് പഠിക്കണം, PSCയുടെ മാറി വരുന്ന പാറ്റേൺ മനസ്സിലാക്കി പഠിക്കണം. അങ്ങനെയാണ് എങ്കിൽ നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് ഉറപ്പിക്കാം. നിങ്ങൾ ഇതിനകത്ത് ലിസ്റ്റിൽ കയറുകയും അഡ്വൈസ് കിട്ടുകയും ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്യും എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്ന നമ്മളുടെ ഇതിലെ തന്നെ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് മൊഡ്യൂൾ ആയിട്ടുള്ള കമ്പനി ലോയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കുവാനായിട്ടാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കമ്പനി ലോ അല്ലെ നമ്മൾ പറയാൻ പോകുന്നത് കമ്പനി ലോയെ കുറിച്ചാണ്. ഓക്കെ, എന്താണ് കമ്പനീസ് ആക്ട് 2013 എന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് കമ്പനീസ് ആക്ട് 2013? The Companies Act 2013 enacted to consolidate and amended the law relating to the companies. നമുക്കറിയാം ഈ കമ്പനീസ് ആക്ട് 2013 അല്ലെ 2013 ഈ കമ്പനീസ് ആക്ട് 2013 വന്നേക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് കമ്പനികളെ ഗവേൺ ചെയ്യാനായിട്ടൊരു ലോ ഉണ്ടായിരുന്നു അല്ലെ. ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഒരുപാട് ലോകളെ അമെൻഡ് ചെയ്ത് അല്ലെങ്കിൽ കൺസോളിഡേറ്റ് ചെയ്ത് നിലവിൽ വന്ന ഒന്നാണ് ഇതെന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് 2013 എന്ന് പറയുന്നത്. The Companies Act 2013 was എന്താണ് preceded by the Companies Act 1956. അതായത് കമ്പനീസ് ആക്ട് 1956 1956 കമ്പനീസ് ആക്ടിനെ ഫോളോ ചെയ്ത് വന്ന ഒന്നാണ് ഇതെന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് 2013 എന്ന് പറയുന്നത്. Due to the change in the national and international economic environment, അതെ, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ എക്കണോമിക് എൻവയോൺമെന്റ്, അതായത് നമ്മുടെ എക്കണോമിക് എൻവയോൺമെന്റിനകത്ത് ഉണ്ടായ ആ ഒരു മാറ്റങ്ങളെ, അതായത് ഇതാണ് ഉദ്ദേശിക്കുന്നത് ചേഞ്ചസ് ഇൻ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ എക്കണോമിക് എൻവയോൺമെന്റ് ഡ്യൂ ടു ഫെസിലിറ്റേറ്റ് ദ എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത് ഓഫ് അവർ എക്കണോമി, ദ സെൻട്രൽ ഗവൺമെന്റ് ഡിസൈഡഡ് ടു റീപ്ലേസ് ദ കമ്പനീസ് ആക്ട് 1956 വിത്തിൻ ദ ന്യൂ ലെജിസ്ലേഷൻ. അതായത് നമുക്കറിയാം മാറ്റങ്ങൾ നമ്മുടെ എക്കണോമിയിൽ എന്ത് വരുന്നുണ്ട്, മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് നാഷണലായും എന്താണ് ഇന്റർനാഷണൽ ആയിട്ടും ഒരുപാട് മാറ്റങ്ങൾ നമ്മളുടെ എക്കണോമിയിൽ വരുന്നുണ്ട്. അപ്പൊ ഈ മാറ്റങ്ങളെല്ലാം അനുസരിച്ച് വേണം നമുക്ക് എന്ത് പോകാനായിട്ട്, നിയമങ്ങൾ പോകാനായിട്ട് അല്ലെങ്കിൽ ലോ പോകാനായിട്ട്. അപ്പൊ അതിനു വേണ്ടി, അതായത് എന്തിനെയൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ്, നാഷണൽ ആയിട്ടുള്ള ഇന്റർനാഷണൽ ആയിട്ടുള്ള എക്കണോമിക് എൻവയോൺമെന്റുകളെ കൺസിഡർ ചെയ്തുകൊണ്ട്, അതായത് നമ്മളുടെ രാജ്യത്തിന്റെ ഗ്രോത്തിനും നമ്മളുടെ രാജ്യത്തിന്റെ എക്സ്പാൻഷനും ഒക്കെ വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് എന്തിനെ റീപ്ലേസ് ചെയ്തു, കമ്പനീസ് ആക്ട് 1956 എന്ത് ചെയ്തു, റീപ്ലേസ് ചെയ്തു, മാറ്റി. എന്നിട്ട് പുതിയൊരു ലെജിസ്ലേഷൻ അല്ലെ കമ്പനീസ് ആക്ട് 2013 കൊണ്ടുവന്നു. ഓർത്തു വെക്കുക, കമ്പനീസ് ആക്ട് 2013 എന്ന് പറയുന്നത് എന്തിനെ പ്രീസീഡ് ചെയ്ത് വന്നതാണ്, കമ്പനീസ് ആക്ട് 1956 പ്രീസീഡ് ചെയ്ത് വന്നതാണ്. The Companies Act 2013 contains, മസ്റ്റ് ആയിട്ടും ഇപ്പൊ തന്നെ എഴുതി വെച്ച് പഠിച്ചോണം, കമ്പനീസ് ആക്ട് 2013 എത്ര സെക്ഷനുകളാണുള്ളത്, 470 സെക്ഷനുകളും 7 ഷെഡ്യൂളുകളും. ഓർത്തു വെക്കുക, The Companies Act 2013 contain 470 sections and 7 schedule, and the entire act has been divided into 27 chapters. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ ഓർത്തു വെച്ചോണം, കമ്പനീസ് ആക്ട് 2013 470 സെക്ഷനുകൾ, 7 ഷെഡ്യൂളുകൾ, 29 ചാപ്റ്ററുകൾ. മക്കളെ മനസ്സിലായോ? തെറ്റിപ്പോകല്ല, തിരിഞ്ഞു പോകരുത്. 470 സെക്ഷനുകളും 7 ഷെഡ്യൂളുകളും 29 ചാപ്റ്ററുകളുമുള്ള ഒന്നാണ് ഏതെന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് 2013 എന്ന് പറയുന്നത്. The substantial part of this act in the form of companies rules and the Companies Act 2013 aims to ഈ കമ്പനീസ് ആക്ട് 2013 എയിം ചെയ്യുന്നത് എന്തിനൊക്കെയാണ്,
ടു ഇംപ്രൂവ് ദ കോർപ്പറേറ്റ് ഗവേണൻസ്. ഒന്നാമത്തെ ഓർത്ത് വെക്കുക, ടു ഇംപ്രൂവ് ദ കോർപ്പറേറ്റ് ഗവേണൻസ്, സിംപ്ലിഫൈ ദ റെഗുലേഷനുകൾ. റെഗുലേഷൻസ് എന്ത് ചെയ്യാണ്? സിംപ്ലിഫൈ ചെയ്യുക. സ്ട്രെങ്തൻ ദ ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റി ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻട്രസ്റ്റുകൾ എന്ത് ചെയ്യുക? പ്രൊട്ടക്ട് ചെയ്യുക, സ്ട്രെങ്തൻ ചെയ്യുക. ആൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ലെജിസ്ലേറ്റ് ദ റോൾ ഓഫ് വിസിൽ ബ്ലോഗേഴ്സ്. അല്ലെ, വിസിൽ ബ്ലോഗേഴ്സിന് വേണ്ടി നിയമങ്ങൾ കൊണ്ടുവരിക. നമുക്കറിയാം വിസിൽ ബ്ലോഗേഴ്സ് എന്ന് പറയുന്ന നമുക്ക് പഠിക്കാനുള്ള അല്ലെ വിസിൽ ബ്ലോഗർ എന്ന് പറയുന്നത്. അതായത് എന്താണ്? നിങ്ങൾ ഈ ഒരു കഴിഞ്ഞ ഇടയ്ക്ക് നടന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു. ഏതാണ്? നമ്മുടെ നായാട്ട് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ലാസ്റ്റ് നമ്മുടെ ടൊവിനോ തോമസ് പറയുന്നുണ്ടായിരുന്നു, ഞാനൊരു വിസിൽ ബ്ലോഗർ ആയിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത്. അതായത് ആ ഒരു കമ്പനിക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ അതിനുൾപ്പെട്ട ഒരാൾ തന്നെ അതിൽ എന്തെങ്കിലും ഫ്രോഡുലന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസോ എന്തെങ്കിലും മിസ്റെപ്രസെന്റേഷനോ ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് റിവീൽ ചെയ്യുകയാണ് വിസിൽ ബ്ലോഗിലൂടെ ചെയ്യുന്നത്, അല്ലെ വിസിൽ ബ്ലോഗർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആളുകൾക്കെതിരെ എന്ത് ചെയ്യാറുണ്ട്? കമ്പനി ഭയങ്കരമായിട്ട് കമ്പനി അദ്ദേഹത്തിനെ കൊല്ലാനായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവന് തന്നെ ഭീഷണി വരുത്താറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിനെതിരെ അവർക്ക് വേണ്ടി ഒരു ലോ വേണം എന്ന്, അല്ലെ അവരെ നിയമത്തിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ നിയമത്തിൽ അവർക്കൊരു നിയമ സംരക്ഷണം വേണം എന്നുള്ളതൊക്കെ കൊണ്ടുവന്ന ഏതനുസരിച്ചായിരുന്നു? കമ്പനീസ് ആക്ട് 2013 അനുസരിച്ചായിരുന്നു. അപ്പോൾ ഓർത്ത് വെക്കുക, കമ്പനീസ് ആക്ട് 2013 എയിം ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഇംപ്രൂവ് ദ കോർപ്പറേറ്റ് ഗവേണൻസ്, സിംപ്ലിഫൈ ദ റെഗുലേഷൻസ് ആൻഡ് സ്ട്രെങ്തൻ ദ ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റി ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ദ ഫസ്റ്റ് ടൈം ലെജിസ്ലേറ്റ്സ് ദ റോൾ ഓഫ് വിസിൽ ബ്ലോഗേഴ്സ്. ഓർത്ത് വെച്ചോണം. ആൻഡ് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇനാക്റ്റഡ് ടു കൺസോളിഡേറ്റ് ആൻഡ് അമെൻഡ് ദ ലോ റിലേറ്റിംഗ് ടു ദ കമ്പനി. കമ്പനിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇതിനു മുമ്പുണ്ടായിരുന്ന ലോകളെയും അതുപോലെ തന്നെ നിയമങ്ങളെയും നിയമവ്യവസ്ഥിതികളെയും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? സംഗ്രഹിച്ചാണ് വന്നത് ഈ കമ്പനീസ് ആക്ട് 2013 വന്നത്. ഇത് എന്തിനെ പ്രീസീഡ് ചെയ്താണ് വന്നത്? കമ്പനീസ് ആക്ട് 1956 പ്രീസീഡ് ചെയ്താണ് വന്നത്. ആൻഡ് ദ നീഡ് ഫോർ ആക്ട്, ഈ ഒരു ആക്ടിന്റെ നീഡ് എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് നാഷണൽ ആയിട്ട് ഇന്റർനാഷണൽ ആയിട്ടുള്ള എക്കണോമിക് എൻവയോൺമെന്റിലുള്ള ചേഞ്ചസിനെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുക, അതുപോലെ എക്സ്പാൻഷനും ഗ്രോത്തും ഇന്ത്യൻ ഇക്കോണമിക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എന്ത് വന്നത്? ഈ കമ്പനീസ് ആക്ട് 2013 വന്നത്. ഇതിൽ എത്രയാണ്? 470 സെക്ഷനുകളും 7 ഷെഡ്യൂളുകളും 29 ചാപ്റ്ററുകളുമാണ് ഉള്ളത്. ആൻഡ് സബ്സ്റ്റാൻഷ്യൽ പാർട്ട് ഇൻ ദ ഫോം ഓഫ് കമ്പനീസ് റൂൾ ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ എയിംസ് എന്തൊക്കെയാണ്? ഇംപ്രൂവ് ദ കോർപ്പറേറ്റ് ഗവേണൻസ്, സിംപ്ലിഫൈ ദ റെഗുലേഷൻസ്, സ്ട്രെങ്തൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദി മൈനോറിറ്റി ഇൻവെസ്റ്റേഴ്സ് ആൻഡ് provide the legislative role to വിസിൽ ബ്ലോഗേഴ്സ്. ഫസ്റ്റ് ടൈം കൊണ്ടുവന്ന ഒരു സാധനമാണ് കമ്പനീസ് ആക്ട് 2013 വന്നതിന് ശേഷമാണ് ഇതൊരു ഒബ്ജക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഇതൊരു എയിം ആയിട്ട് മാറിയത്. ഓക്കെ ആണല്ലോ മക്കളെ? ക്ലിയർ ആണല്ലോ? കൃത്യമായി മനസ്സിലാക്കി പോണേ. അടുത്ത നമുക്ക് നോക്കാം കമ്പനി എന്താണ്, അതിന്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളതാണ് പ്രൊഫസർ ഹനി പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് തന്നിരിക്കുന്നത്. കമ്പനി ഈസ് ആൻ ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ വിച്ച് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. അതായത് നിയമങ്ങളാൽ നിർമ്മിതമായ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ, കൃത്രിമ മനുഷ്യനാണ് ആര്? കമ്പനി. ഓർത്തു വെക്കുക, നിയമങ്ങളാൽ നിർമ്മിതമായ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് ആരെന്ന് പറയുന്നത്? കമ്പനി എന്ന് പറയുന്നത്. കമ്പനി ഈസ് ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ വിച്ച് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ ഹാവിംഗ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി. അതായത് കമ്പനിക്ക് എന്തുണ്ട്? വ്യത്യസ്തമായ ഒരു നിലനിൽപ്പുണ്ട്. വിത്ത് എ പെർപെച്വൽ സബ്സെക്ഷൻ ആൻഡ് കോമൺ സീൽ. എന്താണ് പെർപെച്വൽ സക്സെഷൻ? The perpetual succession and common seal. കമ്പനിയുടെ സെക്ഷൻ 2 സബ്സെക്ഷൻ 20 അനുസരിച്ച് കമ്പനീസ് ആക്ട് 2013 പറയുന്ന കമ്പനി മീൻസ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദി ആക്ട് ഓർ അണ്ടർ എനി ഓഫ് ദി പ്രീവിയസ് കമ്പനി ലോ. അതായത് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന കമ്പനീസ് ആക്ട് പ്രകാരമോ അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള ഒരു കമ്പനി ലോ പ്രകാരമോ നിർമ്മിതമായിട്ടുള്ള ഒന്നാണെങ്കിൽ അതിനെ കമ്പനി എന്നാണ് പറയുന്നതാണ് സെക്ഷൻ 2 സബ്സെക്ഷൻ 20 കമ്പനീസ് ആക്ട് 2013 പറയുന്നു. ഒന്ന് ഓർത്തു വെക്കുക, കമ്പനി എന്ന് പറയുന്നത് എന്താണ്? നിയമങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് കമ്പനി. കമ്പനിക്കും അതിന്റെ മെമ്പേഴ്സും തമ്മിൽ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള എൻറ്റിറ്റി ഉണ്ട്. അതിനൊരു ദീർഘകാല ലൈഫ് ഉണ്ട്. പെർപെച്വൽ സബ്സെക്ഷൻ ആണ്. അതുപോലെ തന്നെ കമ്പനിക്ക് എന്തുണ്ട്? ഒരു കോമൺ സീൽ ഉണ്ട്. ഈ കോമൺ സീൽ എന്നുള്ളത് ഉദ്ദേശിക്കുന്ന കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ, സോ ഇറ്റ്സ് കനോട്ട് ത്രൂ ദ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ പോലെ തന്നെ ആക്ട് ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കത്തില്ല? കമ്പനിക്ക് സാധിക്കത്തില്ല. ബിക്കോസ് കമ്പനി എന്താണ്? നിയമങ്ങളാൽ തയ്യാറാക്കിയിട്ടുള്ള കൃത്രിമ മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഒരു ഹ്യൂമൻ ബീയിങ് ബിഹേവ് ചെയ്യുന്ന പോലെ ബിഹേവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ കോമൺ സീൽ എന്ന് പറയുന്ന ഒഫീഷ്യൽ സിഗ്നേച്ചർ ഓഫ് എ കമ്പനി, കമ്പനിയുടെ ഒരു ഒഫീഷ്യൽ സിഗ്നേച്ചർ ആയിട്ടാണ് എന്തിനെ കൺസിഡർ ചെയ്യുന്നത്? കോമൺ സീലിനെ കൺസിഡർ ചെയ്യുന്നത്.
affixed on the document by authorized ഓഫീസർ അല്ലെങ്കിൽ ഒരു എംപ്ലോയി ആയിരിക്കും ഈ ഒരു കോമൺ സീൽ എന്ത് ചെയ്യുന്നത് എന്താണ് ഡോക്യുമെന്റ്സിനകത്തൊക്കെ എന്താണ് ഫിക്സ് ചെയ്യുന്നത് അല്ലെ അഫിക്സ് ചെയ്യുന്നത്. ആൻഡ് എന്താണ് സിംബൽ ഓഫ് ഇൻകോർപ്പറേഷൻ, ഇതൊരു ഇൻകോർപ്പറേഷന്റെ സിംബലും കൂടി ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. ആൻഡ് അമെൻഡ് ചെയ്തിട്ടുണ്ട് 2015 ആയപ്പോ ഈ കമ്പനീസ് ആക്ട് അമെൻഡ് ചെയ്ത സമയത്ത് ദ കോമൺ സീൽ മെയ്ഡ് ഓപ്ഷണൽ. നിങ്ങൾ ഓർത്ത് വെച്ചോണം, എന്നാണ് ഓപ്ഷണൽ ആയത്? 2015 അമെൻഡ് ചെയ്തപ്പോൾ കോമൺ സീൽ എന്തായി മാറി? മെയ്ഡ് ഓപ്ഷണൽ ആയി മാറി. The word a common seal omitted from the section 9. അപ്പോൾ ഓർത്ത് വെച്ചോണം, സെക്ഷൻ 9 നിന്നും കോമൺ സീൽ ഒമിറ്റ് ചെയ്തത് എപ്പോഴാണ്? അമെൻഡ് ചെയ്തപ്പോൾ. കമ്പനീസ് ആക്ട് 2013 അമെൻഡ് ചെയ്തു, 2015 അമെൻഡ് ചെയ്ത സമയത്ത് കോമൺ സീൽ ഓപ്ഷണൽ ആയി മാറി. The word common seal omitted from section 9. ആൻഡ് ഓൾട്ടർനേറ്റീവ് മോഡ് ഓഫ് എന്താണ് ഓതറൈസേഷൻ ഇൻക്ലൂഡ്, മറ്റൊരു ഓൾട്ടർനേറ്റീവ് മോഡ് ഓഫ് ഓതറൈസേഷൻ എന്ത് ചെയ്തു? ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലെ. അതാണ് എന്താ പറയുക? റാഷണലൈസ്. അതായത് സീൽ കൺസിഡേർഡ് എന്താണ് റോളിസ്റ്റിക് മോഡിവൽ ടൈംസ്. അതായത് നമ്മൾ ഈ കോമൺ സീലിനെ എന്തായിട്ട് കൺസിഡർ ചെയ്തു? ഒരു ഓപ്ഷണൽ ആയിട്ട്. ഇത് വേണമെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാം? ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട. അതിന് മറ്റൊരു ഓതറൈസേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഇവർ ചെയ്തത്. എന്നാണ്? കമ്പനീസ് ആക്ട് 2013 അമെൻഡ് ചെയ്തപ്പോൾ, 2015 അമെൻഡ് ചെയ്തപ്പോൾ. അതായത് ഇൻ ദി UK കോമൺ സീൽ ഹാസ് ബീൻ ഓപ്ഷണൽ. 2006 തൊട്ടാണ് UK എന്താണ് ഈ കോമൺ സീൽ എന്തായിരുന്നു? ഓപ്ഷണൽ ആയിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വല്ലതും വന്നാൽ. ഇനി നമുക്ക് കമ്പനിയുടെ ക്ലാസിഫിക്കേഷൻ പഠിക്കാം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. കമ്പനിയുടെ ക്ലാസിഫിക്കേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാണ്. ഓൺ ദ ബേസിസ് ഓഫ് ലൈബിലിറ്റി, കമ്പനി ലൈബിലിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് കമ്പനിയെ ക്ലാസിഫൈ ചെയ്യാണ്. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. സെക്ഷൻ മറന്നു പോകരുത്. സെക്ഷൻ 2 സബ്സെക്ഷൻ 22 കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആയിരിക്കുന്നത്. ദ ലയബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ്, വളരെ സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കുക. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആണ് എങ്കിൽ ആ ഒരു കമ്പനിയിലെ മെമ്പേഴ്സിന്റെ ലയബിലിറ്റി അവരുടെ അൺപെയ്ഡ് ആയിട്ടുള്ള ഷെയറിൽ മാത്രമായിരിക്കും. ഓർത്ത് വെക്കുക. ദ ലയബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഈസ് ലിമിറ്റഡ്. Liability of the members is limited to the extent of amount unpaid on the share held. അവരുടെ ഷെയറിനകത്ത് അൺപെയ്ഡ് ആയിട്ട് എത്രത്തോളം കിടപ്പുണ്ടോ അത്രത്തോളം മാത്രമായിരിക്കും അവര് ലൈബിൾ ആകുന്നത്. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആണ് എങ്കിൽ. The shareholders cannot be forced to pay beyond the unpaid value. അതായത് അവർക്ക് എന്താണ്? അവർ എത്രയാണോ അൺപെയ്ഡ് ആയിരിക്കുന്നത് ആ വാല്യൂ മാത്രമാണ് അവർ ലൈബിൾ ആകുന്നത്, അവർ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതായത് പേഴ്സണൽ പ്രോപ്പർട്ടി ഈസ് നോട്ട് ലൈബിൾ ഫോർ ദ കമ്പനീസ് ഡെപ്റ്റ്. കമ്പനിയുടെ ഡെപ്റ്റിന്റെ കേസസിൽ അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടി ഒന്നും എടുത്തു കൊടുക്കേണ്ട ആവശ്യം ഇതിലില്ല. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസിലില്ല. ആൻഡ് ദെൻ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി സെക്ഷൻ 2 സബ്സെക്ഷൻ 21. ഓർത്ത് വെക്കണം. കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി സെക്ഷൻ 2 സബ്സെക്ഷൻ 21. The liability is limited to a specific amount undertaken in the memorandum. നമ്മൾ മെമ്മോറാണ്ടത്തിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ, അവരുടെ ലയബിലിറ്റി ഒരു സ്പെസിഫൈഡ് എമൗണ്ട് വരെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത്രത്തോളം മാത്രമേ അവര് ലൈബിൾ ആവുകയുള്ളൂ. അതാണ് പറഞ്ഞിരിക്കുന്നത്. കമ്പനി ലിമിറ്റഡ് ബൈ എ സ്പെസിഫിക് എമൗണ്ട് അണ്ടർടേക്കൺ ഇൻ ദി മെമ്മോറാണ്ടം. The members contribute only if the amount കമ്പനി വൈൻഡിങ് അപ്പ്. എപ്പോൾ മാത്രമേ ഉള്ളൂ മെമ്പേഴ്സ് ഈ ഒരു എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ്. കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത്. cannot be called upon to pay beyond the guaranteed amount. ആ guaranteed amount മാത്രം അവർ എന്ത് ചെയ്താൽ മതി? പേ ചെയ്താൽ മതി. അതിൽ കൂടുതലൊന്നും അവര് പേ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. ദെൻ അടുത്തതാണ് അൺലിമിറ്റഡ് കമ്പനി. സെക്ഷൻ മസ്റ്റ് ആയിട്ട് ഓർത്തിരിക്കണം. സെക്ഷൻ 2 സബ്സെക്ഷൻ 92 എന്തിനെ പറ്റി പറയുന്നത്? അൺലിമിറ്റഡ് കമ്പനിയെ പറ്റി പറയുന്നത്. നോ ലിമിറ്റ് ഓൺ ദി ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ്. നോ ലിമിറ്റ് ഓൺ ദി liability of members. The liability causes when the membership is causes and the members is liable for the full debt of the company but can be claimed the contribution from co-members. അതായത് അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. അതായത് കമ്പനിക്ക് ഉണ്ടാകുന്ന ലയബിലിറ്റിക്ക് ഫുൾ ആയിട്ട് ആര് റെസ്പോൺസിബിൾ ആണ്? മെമ്പേഴ്സ് റെസ്പോൺസിബിൾ ആണ്. അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടി എടുത്തു കൊടുത്തും അവരെന്ത് ചെയ്തിരിക്കണം? ആ ഒരു ലയബിലിറ്റി മീറ്റ് ചെയ്തിരിക്കണം. സോ
എന്താണ് അൺലിമിറ്റഡ് ലൈബിലിറ്റിയുടെ കേസിൽ. അടുത്താണ് ഓൺ ദ ബേസ് ഓഫ് മെമ്പർഷിപ്പ്. ഫസ്റ്റ് വൺ ആണ് 1 person കമ്പനി, സെക്ഷൻ 2 സബ്സെക്ഷൻ 62. 1 person കമ്പനി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ കമ്പനീസ് ആക്ട് 2013 ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒന്നാണ് 1 person കമ്പനി എന്ന് പറയുന്നത്. ക്യാൻ ബി ഇൻകോർപ്പറേറ്റഡ് ബൈ എ സിംഗിൾ പേഴ്സൺ. ഒരു സിംഗിൾ പേഴ്സൺ എന്ത് ചെയ്യാൻ പറ്റും? ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഒരു കമ്പനി. അതാണ് എന്ന് പറയുന്നത് 1 person കമ്പനി. എ കമ്പനി ദാറ്റ് has only 1 person as a member. ആ ഒരു കമ്പനിയിലെ മെമ്പർ എന്ന് പറയുന്ന ആ ഒരു പേഴ്സൺ തന്നെയായിരിക്കും. എൻകറേജ് ദ എന്റർപ്രണർഷിപ്പ് ആൻഡ് എന്താണ് കോർപ്പറൈസേഷൻ ഓഫ് ദി ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ തന്നെ എന്താണ് ഈ എന്റർപ്രണർഷിപ്പിനെ എൻകറേജ് ചെയ്യാനും ഒക്കെ വേണ്ടിയാണ് എന്ത് സ്റ്റാർട്ട് ചെയ്തത്? ഈ 1 person കമ്പനി എന്നുള്ള ഒരു ആശയം കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 2 സബ്സെക്ഷൻ 62 പറയുന്നത്. ആൻഡ് ഡിഫറൻസ് ഫ്രം സോൾ പ്രൊപ്പറേറ്റർഷിപ്പുമായിട്ട് ഈ 1 person കമ്പനിയുടെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 person കമ്പനിക്കകത്ത് സെപ്പറേറ്റ് ദ ലീഗൽ എൻറ്റിറ്റി ആണ്. കമ്പനിയും എന്താണ് അതുപോലെ തന്നെ പേഴ്സണും സെപ്പറേറ്റ് ആയിട്ടുള്ള ലീഗൽ എൻറ്റിറ്റി ആണ്. ലൈബിലിറ്റി ലിമിറ്റഡ് ടു മെമ്പർ കോൺട്രിബ്യൂഷൻ. മെമ്പറുടെ കോൺട്രിബ്യൂഷൻ അതിന്റെ അത്ര മാത്രമേ ലൈബിലിറ്റി ഉള്ളൂ. എന്നാൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന്റെ കേസിൽ എങ്ങനെയാണ്? ലൈബിലിറ്റി അൺലിമിറ്റഡ് ആണ്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന്റെ കേസിൽ എങ്ങനെയാണ്? ലൈബിലിറ്റി അൺലിമിറ്റഡ് ആണ്. എക്സ്റ്റെൻഡ് ദ ഓണേഴ്സിന് പേഴ്സണൽ അസറ്റ് എടുത്തു കൊടുത്തും ആ ഒരു എന്താണ് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ട് അല്ലെങ്കിൽ ബിസിനസിന്റെ ഡെപ്റ്റ് മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അടുത്ത നോക്കുക സെക്ഷൻ 3 സബ്സെക്ഷൻ 1C. The 1 person company is a private limited company within a minimum prescribed paid up capital and at least 1 member. ആ ഒരു ഡെഫിനിഷൻ കൊടുത്തേക്കാണ്. 1 person company is a private limited company within a minimum prescribed paid up capital and at least 1 member. അടുത്തത് നോക്കാം പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനി ഏതാണ്? സെക്ഷൻ 2 സബ്സെക്ഷൻ 68 പ്രകാരം കമ്പനി പറയുന്ന പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ എ കമ്പനി വിത്തിൻ എ മിനിമം പ്രിസ്ക്രൈബ്ഡ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ വിത്തിൻ ദി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനകത്ത് പറഞ്ഞിരിക്കുന്ന മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉള്ള കമ്പനികളായിരിക്കണം. ആൻഡ് റെസ്ട്രിക്ട് ദ റൈറ്റ്സ് ടു ട്രാൻസ്ഫർ ഇറ്റ് ഷെയർസ്. മസ്റ്റ് ആയിട്ട് ഓർത്തിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. റെസ്ട്രിക്റ്റ് ആണ് ചെയ്തേക്കുന്നത്. റെസ്ട്രിക്ട് ദ റൈറ്റ്സ് ടു ട്രാൻസ്ഫർ ഇറ്റ് ഷെയർസ് ആൻഡ് ലിമിറ്റഡ് നമ്പർ ഓഫ് അവരുടെ എന്താണ് ലിമിറ്റ് വെച്ചിട്ടുണ്ട്. മാക്സിമം ലിമിറ്റ് എത്രയാണ്? 200 ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്തു വെക്കണം. എക്സെപ്റ്റ് 1 person കമ്പനി ഒഴികെയുള്ള മറ്റ് പ്രൈവറ്റ് കമ്പനികളുടെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 200 ആയിരിക്കും. ആൻഡ് ജോയിന്റ് ഹോൾഡേഴ്സ് കൗണ്ടഡ് ആസ് 1. ജോയിന്റ് ഹോൾഡേഴ്സിനെയൊക്കെ കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? 1 ആയിട്ടാണ്, ഒരാളായിട്ടാണ് കൗണ്ട് ചെയ്യുന്നത്. എംപ്ലോയീസ് ആൻഡ് എക്സ് എംപ്ലോയീസ് നോട്ട് കൗണ്ടഡ്. എംപ്ലോയീസിനെ എക്സ് എംപ്ലോയീസിനെ ഒന്നും നമ്മൾ കൗണ്ട് ചെയ്യത്തില്ല. ഞാൻ നേരത്തെ കുറച്ചു മുമ്പേ നമ്മളൊരു എന്താണ് MCQs അല്ലെ വന്നൊരു MCQ കണ്ടിരുന്നു. അതിനകത്ത് അവർ പറഞ്ഞിരുന്നു അല്ലെ എംപ്ലോയീസിനെയും എക്സ് എംപ്ലോയീസിനെയും ഒന്നും എന്ത് ചെയ്യത്തില്ല? കൗണ്ട് ചെയ്യത്തില്ല. ആൻഡ് പ്രൊഹിബിറ്റ് എനി ഇൻവിറ്റേഷൻ ടു ദ പബ്ലിക് സബ്സ്ക്രൈബ്. അതായത് പബ്ലിക്കിന് ഷെയറുകൾ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഇൻവിറ്റേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചോണം. ആൻഡ് അടുത്തതാണ് സ്മോൾ കമ്പനി. സ്മോൾ കമ്പനി സെക്ഷൻ 2 സബ്സെക്ഷൻ 85. ഈ സ്മോൾ കമ്പനിയും 1 person കമ്പനിയും തമ്മിലൊന്നും മാറിപ്പോലെ കേട്ടോ. സ്മോൾ കമ്പനി എന്ന് പറഞ്ഞാൽ സ്മോൾ കമ്പനി ഈസ് എ കമ്പനി അതർ ദാൻ ദ പബ്ലിക് കമ്പനി. പബ്ലിക് കമ്പനി അല്ലാത്ത മറ്റ് ചെറിയ കമ്പനികളെല്ലാം സ്മോൾ കമ്പനി എന്ന് പറയാറുണ്ട്. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ്? 50 lakhൽ താഴെ ആയിരിക്കും. ക്യാൻ ബി പ്രിസ്ക്രൈബ്ഡ് അപ് ടു 50 lakhന് മുകളിലും എന്താണ് 5 കോടിക്ക് താഴെയുമായിട്ടുള്ളതാണ് അല്ലെ. ക്യാൻ ബി പ്രിസ്ക്രൈബ്ഡ് അപ് ടു 5 crores 5 കോടി വരെ ഉള്ളതാണ്. ആൻഡ് ടേൺ ഓവർ എന്ന് പറയുന്നത് 2 കോടിക്ക് താഴെ വരെ. ക്യാൻ ബി പ്രിസ്ക്രൈബ്ഡ് അപ് ടു 2 കോടി തൊട്ട് 20 കോടി വരെ അവരുടെ ടേൺ ഓവർ ആകാം. അത്തരത്തിലുള്ള കമ്പനികളെയാണെന്ന് പറയുന്നത് സ്മോൾ കമ്പനി. ഇതൊന്ന് പഠിച്ചു വെച്ചോണം കേട്ടോ. ഈ രണ്ടെണ്ണം തിരിഞ്ഞു പോകരുത്. എന്താണ് 50 5 കോടിയും 50 ലക്ഷം 5 കോടിയും 2 കോടിയും 20 കോടിക്കും ഇടയിൽ അതാണ് ടേൺ ഓവർ വരുന്നത്. മാറിപ്പോകരുത് കേട്ടോ. അടുത്ത പബ്ലിക് കമ്പനി. പബ്ലിക് കമ്പനി എങ്ങനെയാണ്? സെക്ഷൻ 2 സബ്സെക്ഷൻ 71 ആണ് അല്ലെ. സെക്ഷൻ 2 സബ്സെക്ഷൻ 71 ആണ്. എ കമ്പനി വിച്ച് ഇറ്റ് ഈസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി. ഇതെന്തായിരിക്കില്ല? ഒരു പ്രൈവറ്റ് കമ്പനി ആയിരിക്കരുത്. ആൻഡ് ഹാസ് എ മിനിമം പ്രിസ്ക്രൈബ്ഡ് മിനിമം ആയിട്ടുള്ള പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം. ആൻഡ് സെക്ഷൻ 3 സബ്സെക്ഷൻ 1 അനുസരിച്ച് ഇവിടെ പറയുന്നത് റിക്വയർസ് 7 or more person to form a public company. ഒരു പബ്ലിക് കമ്പനി ഫോം ചെയ്യണമെങ്കിൽ മിനിമം 7 അല്ലെങ്കിൽ 7ൽ കൂടുതൽ ആൾക്കാർ വേണം. ആൻഡ് subsidiary of a non-private company is deemed to a public company. ഓർത്ത് വെച്ചോണം. subsidiary of a അതായത് ഒരു സബ്സിഡിയറി ആയിട്ടുള്ള നോൺ പ്രൈവറ്റ് കമ്പനി is deemed to a public company. ഒരു പബ്ലിക് കമ്പനി ആയിട്ട് ട്രീറ്റ് ചെയ്യാം. even it is article say otherwise. ആർട്ടിക്കിൾ അല്ലാതെയാണ് പറയുന്നതെങ്കിൽ പോലും ഒരു പബ്ലിക് കമ്പനിയുടെ സബ്സിഡിയറി ആയിട്ടുള്ള പ്രൈവറ്റ് കമ്പനി എന്തായിട്ട് കൺസിഡർ ചെയ്യാം? പബ്ലിക് കമ്പനി ആയിട്ട് കൺസിഡർ ചെയ്യാം.
ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് കൺട്രോളിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി കമ്പനി സെക്ഷൻ 2 സബ്സെക്ഷൻ 46. ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? എ കമ്പനി ഓഫ് വിച്ച് വൺ ഓർ മോർ കമ്പനീസ് ആർ സബ്സിഡിയറി. അതായത് ഒരു കമ്പനിക്ക് തന്നെ, അതായത് മറ്റ് കമ്പനികളുടെ ഷെയർ, ഒരു കമ്പനിക്ക് എന്താണ്, എ എന്ന് പറയുന്ന കമ്പനി എന്ത് ചെയ്യാണ്, ബി എന്ന് പറയുന്ന കമ്പനിയുടെ 90% അല്ലെ 85%, സി എന്ന് പറയുന്ന കമ്പനിയുടെ 80% ഷെയറുകൾ ഹോൾഡ് ചെയ്തേക്കുന്ന എ ആണെങ്കിൽ എ ഹോൾഡിംഗ് കമ്പനി എന്നും മറ്റു 2 കമ്പനികളെ സബ്സിഡിയറി കമ്പനി എന്നും പറയാം. അതാണ് ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ എ കമ്പനി വിച്ച് വൺ ഓർ മോർ കമ്പനീസ് ആർ സബ്സിഡിയറി. ഒരു കമ്പനിക്ക് ഒന്നോ അതിൽ കൂടുതലോ രണ്ടോ മൂന്നോ സബ്സിഡിയറീസ് ഉണ്ടാകാം. അങ്ങനെയുള്ള കമ്പനികളെയാണ് ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത്. സബ്സിഡിയറി കമ്പനി എന്ന് പറഞ്ഞാൽ എ കമ്പനി വിച്ച് ദ ഹോൾഡിംഗ് കമ്പനി, ആ കമ്പനിയെ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റൊരു കമ്പനി ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതായത് കൺട്രോൾ ദ എന്താണ് കോമ്പോസിഷൻ ഓഫ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലൊക്കെ ഒരു കൺട്രോൾ കൊണ്ടുവരാനായിട്ട് ആർക്ക് സാധിക്കുന്നുണ്ട്, മറ്റൊരു കമ്പനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഈ കമ്പനികളെ എന്ന് പറയാം, ഹോൾഡിംഗ് സബ്സിഡിയറി കമ്പനി എന്ന് പറയാം. അതായത് ഒരു മജോറിറ്റി ഓഫ് ഷെയർ, 50% കൂടുതൽ ഷെയറുകളും, ഈ കമ്പനിയുടെ 50% കൂടുതൽ ഷെയറുകളും മറ്റൊരു കമ്പനിയാണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ ആ ഹോൾഡ് ചെയ്യപ്പെട്ട കമ്പനികളെ, അതായത് മറ്റൊരു കമ്പനിയല്ലേ ഹോൾഡ് ചെയ്യുന്നത്, ആ ചെയ്യപ്പെട്ട കമ്പനികളെ എന്ന് പറയാം സബ്സിഡിയറി കമ്പനി എന്ന്. ആരാണോ ഹോൾഡ് ചെയ്യുന്ന ആ കമ്പനിയെ ഹോൾഡിംഗ് കമ്പനി എന്നും പറയാം. ഓർത്ത് വെക്കുക. ഇവിടെ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എ ഈസ് ദ സബ്സിഡിയറി ഓഫ് ബി ഇഫ് ദ ബി കൺട്രോൾ ദ എന്താണ് അപ്പോയിന്റ്മെന്റ് ആൻഡ് റിന്യൂവൽ ഓഫ് ദി മെജോറിറ്റി ഓഫ് എസ് ഡയറക്ടേഴ്സ്. അതായത് എ എന്ന് പറയുന്ന കമ്പനി ബി എന്ന് പറയുന്ന കമ്പനിയുടെ സബ്സിഡിയറി ആണെങ്കിൽ ബി എന്ത് ചെയ്യും, കൺട്രോൾ ചെയ്യും. ബി ആയിരിക്കും തീരുമാനിക്കുന്നത് എയുടെ ഡയറക്ടേഴ്സ് ആരൊക്കെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. എ ഈസ് ദ സബ്സിഡിയറി ഓഫ് ബി. എ എന്ന് പറയുന്നത് എന്താണ്, ബിയുടെ സബ്സിഡിയറി ആണ്. ബി എന്ത് ചെയ്യുന്നുണ്ട്, ഹോൾഡ് ചെയ്യുന്നുണ്ട് 50% കൂടുതൽ ക്യാപിറ്റലും എയുടെ. പിന്നെന്താണ്, ബി ഈസ് ദ സബ്സിഡിയറി ഓഫ് എ. ബി എന്ന് പറയുന്നത് ആരുടെ സബ്സിഡിയറി ആണ്, എയുടെ സബ്സിഡിയറി ആണ്. ആൻഡ് സി ഈസ് ദ സബ്സിഡിയറി ഓഫ് ബി. സി എന്ന് പറയുന്നത് ആരുടെ സബ്സിഡിയറി ആണ്, ബിയുടെ ആണെങ്കിൽ സി ഈസ് ഓൾസോ എ സബ്സിഡിയറി ഓഫ് എ. അത്രേ ഉള്ളൂ. എ എന്ന് പറയുന്നത് ഹോൾഡിംഗ് കമ്പനിയാണ്. എ എന്ന് പറയുന്ന ഹോൾഡിംഗ് കമ്പനിയാണ്. എ ആരെ ഹോൾഡ് ചെയ്യുന്നുണ്ട്, ബി എ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ബി എന്ത് ചെയ്യുന്നുണ്ട്, സിയെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതായത് എയുടെ സബ്സിഡിയറി ആണ് ബി, പക്ഷെ സിയുടെ ഹോൾഡിംഗ് ആണ് ബി. അങ്ങനെയാണെങ്കിൽ എയുടെ സബ്സിഡിയറി തന്നെ ആയിരിക്കും ആരെന്ന് പറയുന്നത്, സി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, അടുത്ത ഏരിയ നോക്കിയേ, എന്താണ് അസോസിയേറ്റ് കമ്പനി ഏതിലാണ് പറയുന്നത്, സെക്ഷൻ 2 സബ്സെക്ഷൻ 6 പറയുന്നത്. ഇൻ റിലേഷൻ ടു അതർ കമ്പനി, എ കമ്പനി ഇൻ വിച്ച് ദ അതർ കമ്പനി ഹാസ് ദ സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ്. ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനി മേൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ചെലുത്തുന്നുണ്ടെങ്കിൽ അതിനെയാണ് അസോസിയേറ്റ് കമ്പനി. സബ്സിഡിയറി ആയിട്ടുള്ള രീതിയിലല്ല, നോട്ട് എ സബ്സിഡിയറി. ഇൻക്ലൂഡ് ദ ജോയിന്റ് വെഞ്ചേഴ്സ് കേസിലാണ് വരുന്നത് കേട്ടോ. അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു റിലേഷനിലാണ് എന്ത് വരുന്ന ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ചെലുത്തുന്നുണ്ടെങ്കിൽ അതിനെയാണെന്ന് പറയുന്നത് അസോസിയേറ്റ് കമ്പനി എന്ന് പറയുന്നത്. സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ഉദ്ദേശിക്കുന്നത് കൺട്രോൾ ഓഫ് അറ്റ്ലീസ്റ്റ് 20% ഓഫ് ഷെയർ ക്യാപിറ്റൽ. അറ്റ്ലീസ്റ്റ് 20% ഷെയർ ക്യാപിറ്റൽ കൺട്രോൾ ഉണ്ടായിരിക്കും. ഓർ കൺട്രോൾ ഓഫ് ദി ബിസിനസ് ഡിസിഷൻ അണ്ടർ ദി എഗ്രിമെന്റ്. അതായത് ഒരു എഗ്രിമെന്റിനെ ബേസ് ചെയ്തുകൊണ്ട് ബിസിനസ് ഡിസിഷൻ മേൽ കൺട്രോൾ ഉണ്ടായിരിക്കണം. ഇതാണ് ആ ഒരു ഇൻഫ്ലുവൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആൻഡ് ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് എന്താണ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും കൂടി ചേരുന്നതാണ് ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ. ഇനി അടുത്താണ് ഓൺ ദ ബേസിസ് ഓഫ് ആക്സസ് ടു ക്യാപിറ്റൽ ആക്സസ് ചെയ്യുന്നതിന്റെ കേസസിൽ ബേസ് ചെയ്തുകൊണ്ട് കമ്പനിയുടെ ക്ലാസിഫിക്കേഷൻ ആണ്. ആദ്യത്താണ് ലിമിറ്റഡ് കമ്പനി, സെക്ഷൻ 2 സബ്സെക്ഷൻ 52. അതായത് കമ്പനി ഹാവിംഗ് any of the securities listed on the recognized stock exchange. ലിസ്റ്റഡ് കമ്പനി, ലിമിറ്റഡ് അല്ല, ലിസ്റ്റഡ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളെയാണെന്ന് പറയുന്നത് ലിസ്റ്റഡ് കമ്പനി എന്ന് പറയുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ 52. അപ്പൊ ലിസ്റ്റ് ചെയ്യാത്ത കമ്പനികളെയാണെന്ന് പറയുന്നത് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യാത്ത കമ്പനികളാണ് ഏത് പറയുന്ന അൺലിസ്റ്റഡ് കമ്പനി എന്ന് പറയുന്നത്. ആൻഡ് സ്പെഷ്യൽ കാറ്റഗറി ഓഫ് കമ്പനീസ് ആണ്. അതിലെ ഫസ്റ്റ് വൺ ആണ് ഗവൺമെന്റ് കമ്പനി, സെക്ഷൻ 2 സബ്സെക്ഷൻ 45 ആണ്. അതായത് ഒരു കമ്പനിയിലെ 51% കുറയാത്ത പെയ്ഡ് അപ്പ് ക്യാപിറ്റലും സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിലോ അല്ലെങ്കിൽ 1 or more സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കയ്യിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് കൂടിയോ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്ന് പറയുന്നത് ഗവൺമെന്റ് കമ്പനി എന്ന് പറയുന്നത്. ഒരു കമ്പനിയുടെ 51% കുറയാത്ത ഷെയറുകളും സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിലോ രണ്ടോ അതിലധികമോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കയ്യിലോ അല്ലെങ്കിൽ സെൻട്രലും സ്റ്റേറ്റും കൂടി കമ്പൈൻ ചെയ്തോ ആണ് എങ്കിൽ അത്തരത്തിലുള്ള കമ്പനികളെയാണ് എന്തെന്ന് പറയുന്നത് ഗവൺമെന്റ് കമ്പനി എന്ന് പറയുന്നത്. ഇൻക്ലൂഡ് ദ സബ്സിഡിയറീസ് ഓഫ് സച്ച് ഗവൺമെന്റ് കമ്പനീസ്.
ആൻഡ് നെക്സ്റ്റ് വൺ ആണ് ഫോറിൻ കമ്പനി. ഫോറിൻ കമ്പനി സെക്ഷൻ ചോദിക്കുന്നതാണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ 42 ആണ്. എ കമ്പനി ബോഡി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. അതായത് ഈ ഒരു കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ നടന്നേക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിലല്ല, ഔട്ട്സൈഡ് ഇന്ത്യയിലായിരിക്കും. ആൻഡ് ഹാസ് പ്ലേസ് ഇൻ ദി ബിസിനസ് ഇൻ ഇന്ത്യ. പക്ഷെ ബിസിനസ് എവിടെ നടത്തുന്നുണ്ട്? ഇന്ത്യയിൽ നടത്തുന്നുണ്ട്. അതായത് ഇറ്റ് സെൽഫ് ത്രൂ ആൻ ഏജന്റ്, ഒന്നെങ്കിൽ ഏജന്റ് വഴി അല്ലെങ്കിൽ ഫിസിക്കലി അല്ലെങ്കിൽ ഇലക്ട്രോണിക്കലി ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ ബിസിനസ് എവിടെ നടത്തുന്നുണ്ട്? ഇന്ത്യയിൽ നടത്തുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇൻകോർപ്പറേറ്റ് ചെയ്തേക്കുന്ന ഏതാണ്? നിങ്ങളോട് പറയും ഇലക്ട്രോണിക്കലി നടത്തി കഴിഞ്ഞാൽ ആവുമോ എന്നൊക്കെ ചോദിക്കുക. അവിടെ ഇരുന്ന് തന്നെയാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവർ ഫിസിക്കലി അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സും എങ്ങനെയാണ്? വെളിയിൽ തന്നെയാണ്. ഇലക്ട്രോണിക്കലി ബിസിനസ് ഇന്ത്യയിൽ നടത്തുന്നുണ്ട് എങ്കിൽ അത് എന്താണ്? ഫോറിൻ കമ്പനി ആവുമോ എന്ന് ചോദിച്ചാൽ ഫോറിൻ കമ്പനി ആകും കേട്ടോ, പുറത്ത് വെച്ചോണം. ആൻഡ് കണ്ടക്ട് ദ ബിസിനസ് ആക്ടിവിറ്റീസ് ഇൻ ഇന്ത്യ എനി മാനർ. ഏതൊരു മാനറിലും ബിസിനസ് ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്യുകയും ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഔട്ട്സൈഡ് ഇന്ത്യയിലുമാണ് എങ്കിൽ ആ കമ്പനികളെ എന്ന് പറയാം? ഫോറിൻ കമ്പനി എന്ന് പറയാം. സെക്ഷൻ എത്രയാണ്? 2 സബ്സെക്ഷൻ 42 ആണ്. ആൻഡ് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കമ്പനീസ് വരുന്ന അതിൽ ഫസ്റ്റ് വൺ ആണ് സെക്ഷൻ 8 കമ്പനീസ്. ചാരിറ്റബിൾ കമ്പനി എന്നൊക്കെ പറയാറുണ്ട്. സെക്ഷൻ 8 കമ്പനി എന്താണ്? ഫോർമേഷൻ ഓഫ് എ കമ്പനീസ് വിത്ത് ചാരിറ്റബിൾ ഒബ്ജക്ട്, ചാരിറ്റബിൾ ആയിട്ടുള്ള പർപ്പസിന് വേണ്ടി ഫോം ചെയ്യുന്നതാണ്. ഗവേൺഡ് ബൈ ദ സെക്ഷൻ 8 കമ്പനീസ് ആക്ട് 2013 ഗവേൺ ചെയ്യുന്ന ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നത് സെക്ഷൻ 8 കമ്പനി എന്ന് പറയുന്നത്. ഫോംഡ് ടു പ്രൊമോട്ട് ദ ചാരിറ്റബിൾ ഒബ്ജക്ട്, ചാരിറ്റബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റീവിന് വേണ്ടിയായിരിക്കും ഇത് പ്രൊമോട്ട് ചെയ്ത്. കൊമേഴ്സ്, ആർട്സ്, സയൻസ്, സ്പോർട്സ്, എഡ്യൂക്കേഷൻ, റിസർച്ച്, സോഷ്യൽ വെൽഫെയർ, റിലീജിയൻ, ചാരിറ്റി, പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ്, ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ വേണ്ടിയാണ് ഈ ഒരു കമ്പനി എന്ത് ചെയ്യുന്നത്? പ്രധാനമായിട്ടും ഫോം ചെയ്യുന്നത്. ആൻഡ് ഇതിന്റെ ഒരു കീ ഫീച്ചർ ആയിട്ട് പറയുന്നത് ഇന്റൻഡഡ് ടു അപ്ലൈ ഇറ്റ്സ് പ്രോഫിറ്റ് ഇൻ പ്രൊമോട്ടിംഗ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്. ഇതിന്റെ ഒബ്ജക്റ്റീവ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, അല്ല ഇതിന്റെ ലക്ഷ്യങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇതിന്റെ പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നത്? യൂട്ടിലൈസ് ചെയ്യുന്നത്. അത് എന്ത് ചെയ്യത്തില്ല? ഡിവൈഡ് ചെയ്യത്തില്ല. ദ പ്രൊഹിബിറ്റ് ദ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ഓഫ് മെമ്പേഴ്സ്. ഈ ഒരു കമ്പനി എന്ത് ചെയ്യത്തില്ല? അതിന്റെ മെമ്പേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യത്തില്ല. പ്രൊഹിബിറ്റ് ചെയ്തേക്കാണ്. ഓർത്ത് വെക്കേണ്ട പോയിന്റ് ആണ്, ചോദിക്കുന്നതാണ് കേട്ടോ. prohibit the payment of dividend to members. The central government may issue the license to such companies. Central government may ആണ് കേട്ടോ, may issue ചെയ്യാം ലൈസൻസ് ഇങ്ങനെയുള്ള കമ്പനികൾക്ക് to register with limited liability. ലിമിറ്റഡ് ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. സെൻട്രൽ ഗവൺമെന്റ് ലൈസൻസ് ഇഷ്യൂ ചെയ്യാറുണ്ട്. മേ ഇഷ്യൂ ആണ് കേട്ടോ. ഇനി എന്താണ് അടുത്തത് നോക്കുക? വിത്തൗട്ട് യൂസിങ് ദ വേർഡ്. ഇവർക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ലിമിറ്റഡ് എന്ന് യൂസ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ആവശ്യമേ ഇല്ല ആർക്കെന്ന് പറയുന്ന സെക്ഷൻ 8 കമ്പനീസിന്. അടുത്തതാണ് ഡോർമെന്റ് കമ്പനി. ഡോർമെന്റ് കമ്പനി ഏതാണ്? സെക്ഷൻ എത്രയാണ്? സെക്ഷൻ 455 455 ആണ് ഡോർമെന്റ് കമ്പനി എന്ന് പറയുന്നത്. എ കമ്പനി ഈസ് ഫോമേഡ് രജിസ്റ്റേർഡ് ഫോർ എ ഫ്യൂച്ചർ പ്രൊജക്ട്. ഈ കമ്പനി ഫോം ചെയ്യുന്ന ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടിയല്ല, ഒരു ഫ്യൂച്ചർ പ്രൊജക്ടിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കമ്പനി ഫോം ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള കമ്പനികളെയാണ് എന്തെന്ന് പറയുന്നത്? ഡോർമെന്റ് കമ്പനി എന്ന് പറയുന്നത്. ഇത് ഹോൾഡ് ആൻഡ് അസറ്റ്സ് ഓർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആൻഡ് ഇത് എന്തിനു വേണ്ടിയാണ്? ഒരു ഹോൾഡ് ചെയ്യുന്നുണ്ട്, അസറ്റ് ഹോൾഡ് ചെയ്യാനും ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാനും ഒക്കെ വേണ്ടി ഫ്യൂച്ചറിലെ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ഈ ഒരു കമ്പനി ഫോം ചെയ്യുന്നത്. ആൻഡ് ഹാസ് നോ സിഗ്നിഫിക്കന്റ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ. അവർക്ക് എന്തില്ല? സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ട്രാൻസാക്ഷനുകളൊന്നും ആ ഒരു ടൈമിൽ ഫോം ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരിക്കത്തില്ല. സച്ച് കമ്പനി ക്യാൻ അപ്ലൈ ടു ദ രജിസ്ട്രാർ ടു ഒബ്റ്റെയിൻ ദ സ്റ്റാറ്റസ് ഓഫ് ഡോർമെന്റ് കമ്പനി. നമ്മൾ എപ്പോഴും എന്താണ് രജിസ്ട്രാർക്ക് മുന്നിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് ആ ഒരു സ്റ്റാറ്റസിന് വേണ്ടി, ആ ഡോർമെന്റ് കമ്പനി എന്നുള്ള സ്റ്റാറ്റസിന് വേണ്ടിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അത് ഫ്യൂച്ചറിലെ അത് ഉണ്ടാകത്തുള്ളൂ. അടുത്താണ് ഇനാക്റ്റീവ് അക്കൗണ്ട്, ഇനാക്റ്റീവ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കമ്പനി വിച്ച് ഹാസ് നോ ക്യാരീഡ് ഓൺ എനി ബിസിനസ് ഓർ ഓപ്പറേഷൻസ്. ഈ കമ്പനി എന്ത് ചെയ്തില്ല? ഒരു രീതിയിലുള്ള ബിസിനസ്സുകളോ ഒരു രീതിയിലുള്ള ഓപ്പറേഷനുകളോ ക്യാരി ചെയ്യത്തില്ല. അത്തരത്തിലുള്ള കമ്പനിയാണ് ഇനാക്റ്റീവ് കമ്പനി എന്ന് പറയുന്നത്. ഇത് has not made the significant accounting transactions at least last 2 years ആയിട്ട് യാതൊരു രീതിയിലുള്ള, അതായത് തൊട്ട് പ്രീവിയസ് ഇയറിലുള്ള 2 വർഷങ്ങളിൽ ഇവർ എന്ത് നടത്തിയിട്ടില്ല? യാതൊരു രീതിയിലുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകളും നടത്തിയിട്ടില്ല. ആൻഡ് നോട്ട് ഫയൽഡ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അവർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ ഫയൽ ചെയ്തിട്ടില്ല, ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല 2 ഫിനാൻഷ്യൽ ഇയറുകളിലായിട്ട്. അത്തരത്തിലുള്ള കമ്പനികളെയാണ് എന്തെന്ന് പറയുന്നത്? ഇനാക്റ്റീവ് കമ്പനി എന്ന് പറയുന്നത്. ജസ്റ്റ് ഓർത്തിരിക്കുക, മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. എ കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ സെക്ഷൻ 8 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013 is primarily focusing on എന്തിനു വേണ്ടിയാ സെക്ഷൻ 8?
എന്താണ് മാക്സിമൈസിങ് ദ പ്രോഫിറ്റ് ടു ഷെയർ ഹോൾഡേഴ്സ് ആണോ? അല്ല. പ്രൊമോട്ടിംഗ് ദ ചാരിറ്റബിൾ ഒബ്ജക്റ്റീവ്സ് ലൈക്ക് കൊമേഴ്സ്, ആർട്ട്, സയൻസ് അല്ലെ. ഇവിടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സെക്ഷൻ 8 കമ്പനീസ് ആർ ഫോംഡ് ടു പ്രൊമോട്ട് ദ ചാരിറ്റബിൾ ഒബ്ജക്റ്റീവ്സ് ആൻഡ് അപ്ലൈ ദർ പ്രോഫിറ്റ് ഫോർ ദി futuring those objectives. They cannot be distribute the dividend to members. Which of the following is not true about the not true എന്ന് ചോദിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? ശരിയായിട്ടുള്ള ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നോട്ട് ട്രൂ അബൌട്ട് ദ സെക്ഷൻ 8 കമ്പനി. ഇറ്റ് അപ്ലൈസ് ഇറ്റ്സ് പ്രോഫിറ്റ് ഇൻ പ്രൊമോട്ടിംഗ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ആണോ? ഇല്ല. ഇറ്റ് അപ്ലൈസ് ഇറ്റ്സ് പ്രോഫിറ്റ്. ഇറ്റ് അപ്ലൈസ് ഇറ്റ്സ് പ്രോഫിറ്റ്. അതിന്റെ പ്രോഫിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? അപ്ലൈ ചെയ്യുന്നുണ്ട് ഇൻ പ്രൊമോട്ടിംഗ് ദ ഒബ്ജക്റ്റീവ് പ്രൊമോട്ട് ചെയ്യാൻ. ഇറ്റ് പ്രൊഹിബിറ്റ്സ് ദ പേയ്മെന്റ് ഓഫ് ഡിവിഡൻസ് ടു മെമ്പേഴ്സ്. ഇറ്റ് പ്രൊഹിബിറ്റ്സ് ദ പേയ്മെന്റ്സ് ടു ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇറ്റ്സ് പ്രൊഹിബിറ്റ് ചെയ്തേക്കാണ്. അതായത് ഡിവിഡൻഡ് കൊടുക്കുന്ന കാര്യം, മെമ്പേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്ന കാര്യം പ്രൊഹിബിറ്റ് ചെയ്തേക്കാം. ശരിയാ അല്ലെ? അത് ശരിയാണ്. അത് ശരിയാണ്. അടുത്ത നോക്കിയേ, ഇറ്റ് മസ്റ്റ് കമ്പൽസറിലി യൂസ് ദ വേർഡ്. കമ്പൽസറി ആയിട്ട് യൂസ് ചെയ്യണം ദ വേർഡ് ലിമിറ്റഡ് ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ്. അങ്ങനെ വേണോ? വേണ്ടെന്നായിരുന്നു പറഞ്ഞിരുന്നത് അല്ലെ. ഇത് രണ്ടും ശരിയാണ്. അടുത്ത നോക്കിയേ, ഇറ്റ് ക്യാൻ ബി രജിസ്റ്റേർഡ് ബൈ ദ ലൈസൻസ് ഫ്രം ദി സെൻട്രൽ ഗവൺമെന്റ്. ഇറ്റ് ക്യാൻ ബി ആണ്, രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എയും ബിയും ഡിയും ശരിയാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ട്രൂ. അപ്പൊ തെറ്റായിട്ടുള്ള ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. തെറ്റായിട്ടുള്ള ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഇറ്റ് മസ്റ്റ് ബി കമ്പൽസറിലി യൂസ് ദ വേർഡ് ലിമിറ്റഡ് ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇറ്റ്സ് നെയിം. ആൻഡ് ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ദ ഡോർമെന്റ് കമ്പനി ഈസ് വൺ വിച്ച് ഈസ് എൻഗേജ്ഡ് ഇൻ ദി റെഗുലർ ട്രേഡിംഗ് ആക്ടിവിറ്റി ആണോ? റെഗുലർ ആയിട്ടുള്ള ട്രേഡിംഗ് ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുന്നുണ്ടോ? ഇല്ല. And has no significant accounting transaction during the last two financial year. 2 വർഷമായിട്ട് അവർക്ക് എന്തില്ല? എന്താണ്? അക്കൗണ്ടിങ് ട്രാൻസാക്ഷനുകൾ ഒന്നും ഇല്ല. അത് ഏതിനായിരുന്നു? ഡോർമെന്റ് കമ്പനിക്കായിരുന്നോ എന്ന് ആലോചിച്ച് നോക്കുക. മസ്റ്റ് കമ്പൽസറിലി ദ വേർഡ് അപ് ടു ദ NCLT ആൻഡ് ഹാസ് എ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഓൺലി. ഏതാ ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലെ. ഹാസ് നോ സിഗ്നിഫിക്കന്റ് അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻ ഡ്യൂറിംഗ് ദ ലാസ്റ്റ് 2 financial year. As per the section 455, the dormant companies are formed for the future projects or to hold assets IPR and have no significant accounting transaction for last 2 years. Okay ആണല്ലോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, an inactive company as defined under section 455 means a company which has not filled in the financial statement and annual return during the last 2 financial years, has not carried on any business during the last 2 financial years, has not made any significant accounting transaction during the last financial year. എല്ലാം ശരിയല്ലേ? അപ്പോൾ ഇവിടെ ഏതാണ്? ഓൾ ഓഫ് ദി എബവ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മൾ പഠിച്ചത്. ഈ വീഡിയോ മുഴുവനായിട്ട് കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഈ ഒരു ഏരിയ അവരിലേക്ക് എത്തിയിട്ടുണ്ട്. മാക്സിമം MCQസുകൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റും. മാക്സിമം ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാകാനായിട്ട് പറ്റും. ഇനി ഇതുപോലത്തെ എന്തെങ്കിലും വീഡിയോസ്, ഏതെങ്കിലും ഏരിയാസ് ആവശ്യമായിട്ടുണ്ട്, നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് കമന്റ് ചെയ്യുക. അതിനനുസരിച്ച് അടുത്ത വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പൊ നമ്മളുടെ ഇവിടെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസ്സിലേക്ക്, നമ്മളുടെ പുതിയ അക്കൗണ്ടിംഗ് ബാച്ചിലേക്ക്, അതായത് ജൂനിയർ അക്കൗണ്ടന്റ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഒക്കെ താഴെയുണ്ട്, അതിലൊക്കെ ജോയിൻ ആകുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ വിവരങ്ങളും അപ്ഡേറ്റ് ചെയ്ത് അറിയാനായിട്ട് പറ്റും. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. താങ്ക് യു.